ചമ്മന്തിപ്പൊടി കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഹോസ്റ്റൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കറികൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതേ ചമ്മന്തിപ്പൊടിന്റെ തട്ട് താണ് തന്നെ ഇരിക്കും കേട്ടോ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ഇതിലേക്ക് കാന്താരി മുളകും ചെറിയുള്ളിയും വറ്റൽമുളകും കൂടെ ചേർത്തൊന്ന് ഇളക്കുക. ഇതേ ചമ്മന്തിപ്പൊടി ആർക്കൊക്കെ ഇഷ്ടമാണെന്നുള്ളത് ഒന്ന് കമന്റ്സിലൂടെ പറഞ്ഞേക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് 1.5 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് അങ്ങ് മൂത്ത് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളകാണ്. കുരുമുളകിനോടൊപ്പം തന്നെ പുളിയും ചേർക്കുന്നുണ്ട്. തേങ്ങ ഒക്കെ ഒന്ന് മൂത്ത് വരാൻ കുറച്ചധികം സമയം എടുക്കും എന്ന് കരുതി ആരും തീ കൂട്ടി വെക്കരുത്, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം. അതിനോടൊപ്പം തന്നെ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ കല്ലുപ്പാണ് ഇവിടെ ചേർത്തേക്കുന്നത്. ഞാനൊക്കെ വീട്ടിൽ നിൽക്കുന്നതിനേക്കായി കൂടുതൽ ഹോസ്റ്റലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പഠിക്കുന്ന സമയത്തും അതിനുശേഷം ജോലി കിട്ടിയ സമയത്തും അപ്പോഴേക്ക് ഫുഡിനുള്ള ഏക ഒരു ആശ്വാസം എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് തന്നു വിടുന്ന അച്ചാറും ചമ്മന്തിപ്പൊടിയും മാത്രമായിരുന്നേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് ചേർക്കാം. 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ ചൂടൊന്ന് മാറിയതിനു ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പൊ ഞാൻ എല്ലാം പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.